ഹലോ. അപ്പം IPL അതിൻ്റെ ബിസിനസ് എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം താഴേക്കുള്ള ടീമുകളുടെ നിർണായകമായ മത്സരങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലൊന്നാണ് നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന CSK വേഴ്സസ് LSG. അതും CSKയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം. അപ്പം LSG താരതമ്യേന ദുർബലരാണ് എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ ഇതുവരെ. പക്ഷേ കഴിഞ്ഞ കളി അവർ RCBയെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതും 200 മുകളിൽ ടോട്ടൽ നേടി ആ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മഴ മൂലം കുറച്ച് DLS ആയിട്ടുള്ള ആ ഒരു റിസൾട്ടിൽ നിന്ന് വന്ന കളിയിലാണ് LSGയുടെ വിജയം വന്നത്. അതിനകത്ത് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാർഷിൻ്റെ ഒരു ഇന്നിങ്സാണ്. പിന്നെ ഇന്ന് CSKക്ക് അതുപോലെ തന്നെ തോറ്റു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പോക്ക് വളരെ വളരെ ദുർഘടമായി മാറുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ. തുടക്കത്തിലെ 2-3 തോൽവികൾക്ക് ശേഷം CSK ഇപ്പോൾ ലാസ്റ്റ് 4 കളികളിൽ 3 ജയവുമായി മികച്ച രീതിയിലേക്ക് തന്നെയാണ് ഫോമിൻ്റെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഏറ്റവും നിരാശാജനകമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചെന്നൈയിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു. അപ്പം നമുക്കറിയാം മഴ മൂലം കളി മാറിക്കഴിഞ്ഞാൽ CSK കൊണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. കാരണം LSG ആയിട്ടാണ് അടുത്ത 2 കളി. ഇന്നിവിടെ ഹോം ഗ്രൗണ്ടിൽ ചെപ്പോക്കിൽ കളി, അത് കഴിഞ്ഞ് LSGയുടെ ഹോം ഗ്രൗണ്ടിൽ കളി. അപ്പം ഒരു കളി വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ ടൈറ്റ് ആയിട്ടുള്ള ഈ പ്ലേ ഓഫ് റേസിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക CSKക്ക്. LSGക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കിവിടെ കാണുന്നില്ല ഈ ഒരു വാഷ് ഔട്ട് കൊണ്ട്. അവർക്ക് എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചാൻസ് ഉണ്ടെങ്കിലും CSKയുടെ അത്രയും ചാൻസ് അവർക്ക് കാണുന്നില്ല. അപ്പം പതിവ് പോലെ തന്നെ മോസ്റ്റ്ലി ധോണി കളിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ പ്രാക്ടീസ് നടക്കാത്തത് കൊണ്ട് അവർ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. ധോണി സാധാരണ പ്രാക്ടീസ് കളിക്കാറുണ്ട്, പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു സംഭവം നടക്കാത്തതുകൊണ്ട് അതുപോലൊരു അപ്ഡേറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെപ്പോക്കിലെ ലാസ്റ്റ് ഹോം മാച്ച് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഹോം മാച്ച് എന്നത് ഓർമ്മകളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ലാസ്റ്റ് 2 ആണെങ്കിലും ലാസ്റ്റ് 1 ആണെങ്കിലും മോസ്റ്റ്ലി കളിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ധോണി ചെന്നൈ തന്നെ കളിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ദാറ്റ് ധോണി വോണ്ട് പ്ലേ ഓൺ ദിസ് IPL സീസൺ. അങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. അപ്പം എന്തായാലും ഇന്നത്തെ കളി നമുക്ക് നോക്കാം. CSKയുടെ ടോപ്പ് ഓർഡറായ സഞ്ജുവും ഋതുരാജും ഉറുൽ പട്ടേൽ അടങ്ങുന്ന ടോപ്പ് ഓർഡറാണോ ഫയർ ചെയ്യുക, അതോ CSKയുടെ ബോളിംഗ് ആണോ എന്ന് കൂടുതൽ മികച്ചു നിൽക്കുക എന്നുള്ള കാര്യം. എന്തായാലും മഴയൊക്കെ പെയ്ത് നടക്കുന്ന പിച്ചായതുകൊണ്ട് ടോസ് നേടുന്ന ടീം ബോളിംഗ് തന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗ് കുറച്ച് ദുഷ്കരമായിരിക്കും. പക്ഷേ ആഫ്റ്റർനൂൺ ഗെയിം എന്നുള്ള രീതിയിൽ എന്തായാലും പിച്ച് കുറച്ച് സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടുള്ള CSKയുടെ കളി കണ്ടതാണ്. GT ബോളേഴ്സിന് കിട്ടിയ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഇനിഷ്യലി. അപ്പോൾ അങ്ങനെ തന്നെ ഒരു പിച്ചായിരിക്കും മോസ്റ്റ്ലി ഇന്നത്തെ കളിയിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും മഴ കളി കൊണ്ടുപോയില്ലെങ്കിൽ CSKക്ക് കളി ജയിച്ചേ തീരൂ. എന്നാലേ മുന്നോട്ടുള്ള അവരുടെ റൂട്ട് ക്ലിയർ ആവും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്